യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ശ്രീമതി ജെബി മേത്തർ എം പി, KSU പ്രസിഡന്റ് സി അലോഷ്യസ് തുടങ്ങിയവർ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 6ാം ദിവസമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല. ആ അന്വേഷണം വഴിതെറ്റിപ്പോവുകയാണ്. കാരണം ഇതിന്റെ തുടക്കത്തിൽ പോലീസ് യാഥാർത്ഥ്യം മൂടിവെക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ഭരണകക്ഷി തന്നെയാണ് പ്രതികളെ എല്ലാം ഒളിപ്പിച്ചത്. ഭരണകക്ഷി തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം, കേരള പോലീസിന്റെ അന്വേഷണം നീതിപൂർവമാവില്ല, CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ 3 പേരും ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ 3ന്റെയും പ്രസിഡന്റുമാർ ഒരു ചരിത്രപ്രധാനമായ ഒരു സമരം ആരംഭിച്ചത്. ഇത് കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടായ ഉത്കണ്ഠയും കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോഷത്തിൽ നിന്നാണ് ഈ സമരം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതിശക്തമായ അമർഷത്തിൽ നിന്നാണ് ഈ സമരം. അവരെ എല്ലാവരെയും, കേരളത്തിലെ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവർ 3 പേരും ഈ 6 ദിവസമായി നിരാഹാരം ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിരന്തരമായി സിദ്ധാർത്ഥിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ 3 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവര് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. ഇനി ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും. ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും. പക്ഷേ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തരോടും KSU പ്രസിഡന്റ് ശ്രീ അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കിയ, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു CBI അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, അവർ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും മാതാപിതാക്കളോട് നൽകിയ ഉറപ്പല്ലേ ഏറ്റവും പ്രധാനം. ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ ഞങ്ങളെ പോയിട്ടില്ല. മാതാപിതാക്കൾക്ക് നൽകിയ പിതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടും നിരാഹാരമിരിക്കുന്ന ഇവരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. ഞാൻ പറയുകയും ചെയ്തല്ലോ, ഏതെങ്കിലും കാരണവശാൽ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും. രണ്ടാമത് ഞങ്ങൾ നിയമവഴികൾ തേടി CBI അന്വേഷണത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ഇത് CBI അന്വേഷണത്തിന് വിടും എന്ന് തന്നെയാണ്. ബാക്കി ചില ഡിമാൻഡുകൾ കൂടിയുണ്ട്, അതുകൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നമാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധനം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയ പ്രചരണത്തിന് കൂടിയുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നത്, മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തിയത്, ആ പാവത്തിനെ കെട്ടിത്തൂക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തും. കേരളത്തിലെ DYFIയും SFIയും നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി, അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുന്നതിനെതിരായി, CPM തണൽ കൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകം തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും സിദ്ധാർത്ഥിന്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഉണ്ടായിരിക്കുന്ന ഭീതിയും തന്നെയായിരിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും, ഉറപ്പായിട്ടും. നമസ്കാരം, ഞാൻ സതീശനാണ്.
ഞങ്ങൾ അങ്ങ് ഇങ്ങനെ പറഞ്ഞു, പരസ്യമായിട്ടൊന്ന് പറഞ്ഞു. അങ്ങേക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലേ അവര്? ആ ആ ആ പറഞ്ഞു അവതരിപ്പിച്ചു. ആ ആ ആ ഉറപ്പ് പറഞ്ഞു അല്ലേ? ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം. ആ അപ്പോ ആലോചിക്കാൻ ഉറപ്പായിട്ടും. മൂന്നുപേരെ നടത്തിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയും കൂടി ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ അവരുടെ സമരം അവസാനിപ്പിക്കുകയും ചെയ്യാണ്. ഞാൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം കൊടുക്കാം. അങ്ങൊന്ന് പറഞ്ഞോളൂ. ഹലോ അച്ഛാ, നമസ്കാരം. പറഞ്ഞു നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അതെ അതെ നമുക്കിതിനകത്ത് രാഷ്ട്രീയമല്ല. അതാ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായിട്ടും ഞാനൊന്ന് ജബീമേത്ര MPയുടെ കൊടുക്കാം. അല്ല, അങ്ങേയും കുടുംബവും നിരാഹാരം കിടക്കേണ്ടി വരത്തില്ല. അത് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ഏറ്റവും എക്സ്ട്രീമായിട്ട് കൊടുക്കും. അങ്ങേയും കുടുംബത്തിന് നിരാഹാരം കിടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ചെയ്യില്ല. അത് പ്രതിപക്ഷ പറഞ്ഞിട്ടുണ്ട്. ജബീമേത്ര MPയുടെ കൊടുക്കാം. ഞാനത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അങ്ങേക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം നടത്തുകയും ചെയ്യും, നമ്മൾ കോടതിയിൽ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിശ്വസിക്കണമല്ലോ. അത് നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കണമല്ലോ. ചെയ്തില്ലെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ജപിക്ക് കൊടുക്കാം. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വാസത്തിലെടുക്കുന്നു. അതുകൊണ്ട് ഇവര് 6 ദിവസം ഇവർക്ക് വയ്യാതിരിക്കുകയാണ്. അവരുടനെ പിൻവലിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വിഷമവും. എങ്ങാൻ ചേർന്നില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാരത്തിന് ഞാൻ പറഞ്ഞു. അതാണ് രാഹുൽ പറഞ്ഞത്. നിങ്ങൾ നിരാഹാരത്തിന് നടക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു. അതെ 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 ഇപ്പൊ അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഉറപ്പുകൂടി നൽകുകയാണ്, ഇത് തുടരും. നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞു. ശരി അച്ഛൻ, ഞാൻ KSU പ്രസിഡന്റ് ആലോചിക്കുള്ളൂ. ഇത് ജയിക്കാനും തോൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയൊരു സമരമല്ലത്. അത് നമുക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടിയിട്ടുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ചെറുപ്പക്കാരനോട്, ഒരു മനുഷ്യന് വേണ്ട ഒരു ജീവജാലത്തോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. ആ ക്രൂരത ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളിതിനകത്തൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരായിട്ട് കാണുന്നത് തന്നെ. അതല്ലേ നമ്മൾ മൃഗങ്ങൾ നമ്മൾ വ്യത്യാസം. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനകത്ത് നിന്നപ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ചെയ്തത്. ആ ഉത്തരവാദിത്വ സംതൃപ്തിയോടെ തന്നെയാണ് ചെയ്തത് പാർട്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ പരാജയത്തിന് അപ്പുറം ഇത് നീതിയുടെ ഇനി ഒരിക്കലും ഒരു സിദ്ധാർത്ഥന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം.
അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ രാഹുൽ മാങ്കുട്ടി നേതാവ് ജബി മേത്തർ നേതാവ് അലോഷ്യസ് നേതാവ് നിങ്ങൾ നയിക്കും ജാഥയ്ക്ക് നിങ്ങൾ നയിക്കും സമരത്തിന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ സിദ്ധാർത്ഥന്റെ ഘാതകരെ സിദ്ധാർത്ഥന്റെ ഘാതകരെ സിബിഐ അന്വേഷണവും സിബിഐ അന്വേഷണവും 6 ദിവസക്കാലത്തോളം 6 ദിവസക്കാലത്തോളം പട്ടിണി സമരം നടത്തിയവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നീതിക്കുള്ളൊരു പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. CBI വിട്ടുകൊണ്ട് ഉത്തരവിട്ടു. ഗവൺമെന്റ് വിജയിച്ചേ 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 നീതിക്കുള്ളൊരു പോരാട്ടം നീതിക്കുള്ളൊരു പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ചവരെ. ഇത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ കൊലപാതകം അത്രമാത്രം കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ട്, കേരളത്തെ തകർത്തിട്ടുണ്ട് മാനസികമായി. അപ്പൊ അത് ഈ അന്വേഷണം പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. കാരണം പോലീസിന് ആദ്യം വിവരം കിട്ടിയതാണ്. പോലീസ് ഇൻക്വസ്റ്റിലൂടെയും പോസ്റ്റ്മോർട്ടത്തിലൂടെയും ആന്റിമോർട്ടം മുറിവുകൾ 19 എണ്ണം മരണകാരണമായേക്കാവുന്ന മുറിവുകളുണ്ട്, ഗുരുതരമായ മുറിവുകൾ ശരീരത്തിലുണ്ടെന്ന് പോലീസ് അറിഞ്ഞിട്ടും പോലീസ് അത് മൂടിവെച്ചു. ഇത് വിവാദമായതിനു ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പൊ പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് കൊലക്കുറ്റം ചേർത്തിട്ടില്ല. ഇത് കെട്ടിത്തൂക്കി കഴിഞ്ഞിട്ട് അവിടെ തന്നെ അഴിച്ച് അവിടെ തന്നെ ആശുപത്രി കൊണ്ടുപോയില്ല, അവിടെ തന്നെ കൊന്ന് അവിടെ തന്നെ കെട്ടിത്തൂക്കി അവർ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. പാർട്ടിയുടെ നേതാവാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരായി അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്തത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർക്കാൻ ക്രിമിനലുകളെ, SFI ക്രിമിനലുകളെ പണ്ടുവിട്ട അതേ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആശിസുകളോടെ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. ഞാൻ ഇവരെ 3 പേരെയും ഒരിക്കൽ കൂടി ഈ കേരളത്തിനു വേണ്ടി അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും.